لبيك اللهم لبيك ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിൽ ഹാജിമാരുടെ സേവനം മാത്രം കാംക്ഷിച്ച് അവരുടെ പ്രാർത്ഥന മാത്രം ലക്ഷ്യം വെച്ച് ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്നവർ മുതൽ 24 മണിക്കൂറും സേവനപാതയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ക്യാമ്പിൽ 19 വിഭാഗങ്ങളിലായി 120ഓളം വളണ്ടിയർമാർ സേവനം ചെയ്യുന്നു. വിശദീകരണവുമായി വോളണ്ടിയർ നേതാക്കളായ മുസ്തഫ, അൻസാർ, ഷിഫാസ് തുടങ്ങിയവർ ചേരുന്നു. ആൾക്കാരിൽ നിന്ന് സ്ഥിരമായിട്ടും വന്നവരും മികച്ച പ്രവർത്തനം കാഴ്ചവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ വർഷത്തെ ഹജ്ജ് വളണ്ടിയർമാരെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടില്ല, പത്രപരസ്യം ചെയ്തിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ശരിക്കും ഇത്രയും വോളണ്ടിയർമാർ 24 മണിക്കൂറും സേവനം ചെയ്യാൻ സന്നദ്ധരായിട്ടല്ല വന്നേക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു ശരിക്കും ഒരു ഹാജിയുടെ സേവനം ചെയ്യുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും അല്ലേ? അവർ ഈ സേവനം ചെയ്യുന്നത് അവരുടെ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടമൊക്കെ ഉണ്ടെങ്കിലും ഓരോ ഹാജിയുടെയും ദുആ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ സർവശക്തൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആണ് അവർ ഈ പ്രവർത്തനം ഒരു ജീവിതത്തിൽ ഒരു വലിയ ആശ്വാസവും വലിയ ഒരു നേട്ടവുമായിട്ടാണ് ഓരോ വളണ്ടിയറും കാണുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ ഒരു ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് ഈ പ്രവർത്തനത്തിൽ മുഴുകി. ശരിക്കും സാറിപ്പോൾ എത്ര നാളായിട്ട് ഈ ഫീൽഡിൽ ഇപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്? 2014 മുതൽ കോഴിക്കോട് കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ മുതലുള്ള സ്ഥിരമായിട്ട് എല്ലാ വർഷവും വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഈ ട്രെയിനറായിട്ടും ക്യാമ്പിൽ വോളണ്ടിയറായിട്ടും ശരിക്കും ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും ഈ ഹാജിമാരെ സേവിച്ചത് കൊണ്ട് എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങളോ കിട്ടിയതായിട്ട് എന്തെങ്കിലും വിവരിക്കാൻ പറ്റുമോ? ഹാജിമാരുടെ സേവനം കൊണ്ട് നമ്മുടെ കൂടെ പ്രവർത്തിച്ച വോളണ്ടിയർമാരുടെ പലർക്കും പല ബെറ്ററായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില രോഗിയായ ആൾക്കാർ അവർക്ക് ഹാജിമാരുടെ ദുആ കൊണ്ട് അവർക്ക് സുഖം പ്രാപിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അവരുടെ മകൻ നമ്മുടെ ഇവിടെ അടുത്തൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ഏകദേശം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ ആ വോളണ്ടിയർ നമ്മളോട് പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ മുഴുവൻ വോളണ്ടിയർമാരോടും രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് ആൾക്കാരോടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ വോളണ്ടിയർമാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ദുആ ചെയ്യുകയും മരണത്തിൻ്റെ വക്കിൽ നിന്നും ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്ത് ചരിത്രം നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ മുന്നിലുണ്ട്. ഇതേപോലെ ഹജ്ജ് വളണ്ടിയർമാരുടെ സേവനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا